ഹലോ, ഇന്നിതേ ഈ ഫോം ബോർഡ് യൂസ് ചെയ്ത് നമുക്കൊരു പെഗ് ബോർഡ് ഉണ്ടാക്കിയാലോ. മേക്ക് ഓവറിൻ്റെ 3ാമത്തെ സീരീസിലിത് ഈ കോർണറിൽ ഞാനിത് ഉണ്ടാക്കിയ പെഗ് ബോർഡാണ്. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. 150 രൂപയ്ക്ക് ഞാൻ ബ്രില്യൻറ്റിൽ നിന്നാണ് ഒരു ഫോം ബോർഡ് മേടിച്ചുള്ളത്. 0.5 mm ഫോം ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം തിക്നെസ് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും. ഫോൾഡ് ആവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ആദ്യം ഞാൻ 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കുറച്ച് സ്ക്വയേഴ്സാണ് വരച്ചെടുക്കുന്നത്. ആ സ്ക്വയേഴ്സിൻ്റെ കണക്ട് ചെയ്ത് പോകുന്ന ജോയിൻറ്റിൽ കൂടിയാണ് ഞാൻ ഹോളിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സ്ക്വയേഴ്സാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. സ്ക്വയേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആ ജോയിൻറ്റിലൂടെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു കബാബ് സ്റ്റിക്ക് എടുത്ത് ആദ്യം കുത്തിയിട്ട് പിന്നെ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഫോം ബോർഡിൽ മൊത്തം ചെയ്തെടുക്കണം. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാൻ 1 day എടുത്തിട്ടാണ് ഇതിലുള്ള കംപ്ലീറ്റ് ഹോൾസും കുത്തിയെടുത്തത്. എന്നിട്ടും സൈസ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ അവസാനം ഷോൾഡറിങ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് സൈസ് ഒന്ന് കുറച്ചുകൂടെ വലുതാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഹോള് സൈസ് കൂട്ടി കൊടുത്തിട്ട് പുറമേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ ഞാൻ ഫ്ലാറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്യുന്നതാണ്. ഇതും അത്യാവശ്യം ടൈം എടുക്കുന്ന പരിപാടിയാണ്. മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ലുക്കുള്ളത്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഔട്ട് കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ആ ഒരു സന്തോഷത്തിൽ ഞാൻ നിൽക്കായിരുന്നു. പിന്നെ ഞാൻ അടുത്ത ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ എഡിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടിൽ കാണാനാണ് എനിക്കിഷ്ടം. നോർമലി പെഗ് ബോർഡൊക്കെ നല്ല ഷാർപ്പ് എഡിച്ചായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നൊരു ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷേപ്പ് ചെയ്ത് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള കുറച്ച് ബോക്സസ്സാണ്, ലെൻസ് കാർട്ടിൻ്റെ ബോക്സസ്സാണ്. അപ്പോൾ അതെല്ലാം ഞാൻ സൈഡിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ്. മൊത്തത്തിൽ കാണുമ്പോൾ ലേഔട്ട് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാലാവും ഭംഗിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്യാവശ്യം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ വെച്ച് അതിനനുസരിച്ചാണ് ഞാൻ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും. ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഭംഗി കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പൊക്കെ മാറ്റിയിട്ട് പല പല രീതിക്കായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബോക്സസിന് പുറമെ 2 പ്ലെയിൻ ആയിട്ടുള്ള MDFൻ്റെ ബോർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബോക്സിൻ്റെ അതേ സൈസസിലാണ് ഏകദേശം കാണാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതുപോലെയല്ല ഫൈനൽ ഔട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചും ചെരിച്ചൊക്കെ വെച്ച് എനിക്കിഷ്ടപ്പെടുന്നൊരു മോഡലിലാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള തിങ്സൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗി കിട്ടുന്ന രീതിക്കാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. പ്ലസ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. പ്ലസ്റ്റിക്ക് ആകുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഫോം ബോർഡും പ്ലസ്റ്റിക്കും കൂടെ ചേരുമ്പോൾ നമുക്ക് ഈ സംഭവം ഒരുപാട് കാലത്തേക്ക് ലാസ്റ്റ് ചെയ്യും. പ്ലസ്റ്റിക്ക് സ്ട്രോങ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അതെനിക്കൊരിക്കലും പണി തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 1-2 ബോക്സസ് ഒട്ടിച്ചെടുത്തപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. എൻ്റെ കൈ മൊത്തം പ്ലസ്റ്റിക്കായിട്ട് ഒട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് കയ്യിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പ്ലസ്റ്റിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്ക്ലെയിമറായിട്ട് പറയാൻ, പ്ലസ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യുക. കുട്ടികളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒട്ടിക്കുന്ന രീതി എങ്ങനെയാണ് ഇത് ഞാൻ നിൽക്കുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേങ്കിൽ ഞാൻ മാക്സിമം ഉൾപ്പെടുത്താനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ ചെരിഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആ മാർക്കിൽ തന്നെ കറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാണ്ടൊക്കെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പെഗ് ബോർഡ് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പെഗ് ബോർഡും അതിൽ നിറച്ച് കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എനിക്ക് എന്നാണാവോ ഇതുപോലത്തെ ഒരെണ്ണമുണ്ടാവുക. ഞാൻ എന്നിട്ട് ഓൺലൈനിൽ നോക്കിയ പ്രൈസും കാര്യങ്ങളും നോക്കുമ്പോൾ 2000
3000 4000 അങ്ങനെ കൂടി 6000 വരെയൊക്കെയുള്ള പെഗ് ബോർഡൊക്കെ ഉണ്ട്. കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എനിക്കിതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച സമയത്താണ് പിൻട്രസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടത്. അങ്ങനെ ഞാൻ കൂടുതൽ നോക്കി കാർഡ്ബോർഡിൽ ചെയ്യുന്ന വീഡിയോസാണ് അധികം ഉള്ളത്. കാർഡ്ബോർഡ് ഒരിക്കലും സ്ട്രോങ് ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോം ബോർഡ് തിരഞ്ഞെടുത്തത്. പക്ഷേ എങ്കിൽ അത് ഞാൻ എടുത്ത ബെറ്റർ ഡിസിഷനായിരുന്നെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കാണ്. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞ് 3-4 ദിവസത്തെ പണി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പെഗ് ബോർഡ് എന്ന എൻ്റെ ഡ്രീം ഞാൻ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ എഫേർട്ട് ഇട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനും കൂടുതൽ ഔട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പെഗ് ബോർഡിൽ വയ്ക്കുന്ന ബോക്സസ്, അതേപോലെ റാക്ക്, ട്രേ, ഇതെല്ലാം നമ്മളെ കയ്യിലുള്ള സാധനങ്ങളുടെ സൈസും അതേപോലെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണ്ടിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം എൻ്റെ സാധനങ്ങളെല്ലാം ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെഗ് ബോർഡിൽ കാണാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾക്കൊക്കെ പ്രത്യേകം ഒരു സ്പേസ് നമ്മളതിൽ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പെഗ് ബോർഡ് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭംഗിയും കിട്ടും. അങ്ങനെ സംസാരിച്ചതേ മൊത്തത്തിൽ ഒട്ടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് പെഗ് ബോർഡ്. ഇപ്പം അത്യാവശ്യം കാണുമ്പോൾ പെഗ് ബോർഡിലെ ബോക്സസും അതുപോലെ ടേബിളും ഒക്കെ നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ കളറിൽ കാണാനല്ല എനിക്കിഷ്ടം. ഞാൻ പിൻട്രസ്റ്റിൽ റെഫറൻസിൽ കണ്ട പോലെ കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള പെഗ് ബോർഡാണ് എനിക്കിഷ്ടം. അപ്പം ഞാനിത് ഇനി പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് വൈറ്റ് ആക്കാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഞാൻ ബോക്സസിൽ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പെയിൻറ്റ് കൊടുക്കുമ്പോൾ പെയിൻറ്റിലെ നനവ് തട്ടി ബോക്സസിനോ റാക്കിനൊന്നും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത എല്ലാ ഭാഗത്തും ഞാൻ നല്ലപോലെ മാസ്കിംഗ് ടേപ്പ് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പെയിൻറ്റ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഇതിവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പെയിൻറ്റാണ് കേട്ടോ. ഇതിന് പറ്റിയ പെയിൻറ്റാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് എടുത്ത് ഫസ്റ്റ് കോട്ടായി, പിന്നെ സെക്കൻഡ് കോട്ടായി, തേർഡ് കോട്ടായി, 4 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഔട്ടിലേക്ക് എത്തിയത്. കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് പെഗ് ബോർഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ചുമരിലൊട്ടിക്കാം. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫോം ബോർഡിലും അത് പോസിബിൾ ആയിരുന്നു. പക്ഷേ എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രില്ലർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെഗ് ബോർഡ് വാളിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം കൂടി പെഗ് ബോർഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ചിലപ്പോൾ ഡബിൾ സൈഡ് ടാപ്പിന് കപ്പാസിറ്റി ഉണ്ടാവില്ല. ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കാകുമ്പോൾ ഒരിക്കലും അതിളകി പോരുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അളവെടുത്ത് 4 ഹോളിട്ട് അതിൽ സ്ക്രൂ ചെയ്താണ് പെഗ് ബോർഡ് വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിക്സ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ബോക്സസും റാക്കിനും പുറമെ നമ്മൾ നോർമലി പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യില്ലേ, അങ്ങനെ റോൾ ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അതും ഇതിൽ ഫിക്സ് ചെയ്ത് ഗ്ലൂ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിതിൽ ബാക്കി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ ജസ്റ്റ് പെഗ് ബോർഡ് ഉണ്ടാക്കുന്നതും പെയിൻറ്റിങ്ങും ഫിക്സിങ്ങും മാത്രമേ വരുന്നുള്ളൂ. ഇനി പെഗ് ബോർഡിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് പെഗ് ബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ അടുത്തതായിട്ടിടാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുവരെ ബൈ.